ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സമോസയും സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള ഒരു റെസിപ്പിയാണ്. ഇത് മാവ് കുഴച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ലിക്വിഡ് ഡഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് തയ്യാറാക്കി നോക്കുക കേട്ടോ. കാരണം ഇടയ്ക്ക് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് മിസ്സാവാതിരിക്കാനാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് സമോസ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു റോളും അതുപോലെ സമോസയും ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഷീറ്റ് വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് റോളും സമോസ ഉണ്ടാക്കാൻ പറ്റുമെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്കത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് സെൻറ്ററിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യാം. നമ്മളുടെ സ്പ്രിംഗ് റോള് ഇതേപോലെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സമോസയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സമോസയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷീറ്റിനെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്പ്രിംഗ് റോളേ തയ്യാറാക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഒരു ഷീറ്റിൽ നമുക്ക് 2 സമോസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് പോർഷൻ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കാണിക്കാം. വീഡിയോയിൽ ഫോൾഡ് ചെയ്തിരിക്കുന്ന പോലെ ഫോൾഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് നമ്മുടെ സമോസ പ്രിപ്പയർ ചെയ്യാൻ. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് സെൻറ്ററിൽ മസാല ഒന്ന് ഫിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യുക. നമ്മളുടെ സമോസയുടെ ഷേപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അവിടെ കുറച്ച് നമ്മളുടെ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കുക, ഒരു പശ പോലെ അപ്പോൾ കുഴച്ചെടുക്കുക. എന്നിട്ടത് വെച്ചിട്ടങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി, നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഷീറ്റും കൂടെ സമോസയും സ്പ്രിംഗ് റോളൊക്കെ ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടോ, നല്ല ക്രിസ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. സമോസ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം. എന്നിട്ടത് നമ്മളുടെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷീറ്റ് തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ, അധികം താമസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സമോസ റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്പ്രിംഗ് റോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഒരു സമോസയുടെ സൈഡൊക്കെ ഒന്ന് ഇച്ചിരി മൂപ്പ് അധികമായിട്ടുണ്ട്. കാരണം പെട്ടെന്നാകും, നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കി നിന്ന് തന്നെ അത് കോരി മാറ്റണം കേട്ടോ. അപ്പം നമ്മുടെ സ്പ്രിംഗ് റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് സമോസയും അതുപോലെ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൈദയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്യാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ്. ഇത് ഞാൻ ആഫ്രിക്കൻ മല്ലിയിലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മല്ലിയില വേണമെങ്കിലും യൂസ് ചെയ്യാം, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ്. ഇതും ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്യാൻ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടകളൊന്നുമില്ലാതെ ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫുൾ വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്റർ റെഡിയാക്കിയാൽ മതി. നമ്മളുടെ ദോശ മാവിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഗോതമ്പ് മാവിന് പകരം മൈദമാവാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. 2 കപ്പ് ഗോതമ്പ് മാവിന് പകരം 2 കപ്പ് മൈദ എടുത്താൽ മതിയാകും. മൈദ കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള സമോസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മൈദയിൽ തന്നെ ചെയ്തോളൂ. ഇനി മൈദ തീരെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗോതമ്പ് പൊടിയിൽ ഈ ഒരു ബാറ്റർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ദോശ ബാറ്ററിൻ്റെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. ഇതവിടെ നമ്മുടെ ബാറ്റർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ പാത്രത്തിൽ ഇതേപോലെ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫ്രൈ പാനിൻ്റെക്കാട്ടിലും കുറച്ചും കൂടി വലിയ പാത്രത്തിൽ വേണം കേട്ടോ വെള്ളം വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിലെ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സിമ്മിലാക്കിയിട്ടിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യാം.
അപ്പം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് കടായിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ യൂസ് ചെയ്യാം. അതിനൊരു ബോട്ടത്തിൻ്റെ പോർഷൻ അധികം വലിപ്പമുള്ളത് യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ബാറ്റർ ഈ ഒരു കടായിയുടെ ബോട്ടത്തിൽ സ്പ്രെഡ് ആവണം. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടണം. ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ല തിന്നായിട്ടുള്ള ഒരു ലെയർ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ബാറ്റർ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഈ ഒരു കടായി പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫ്രൈ പാൻ അല്ലെങ്കിൽ കടായി അതിൻ്റെ ബോട്ടത്തിൽ ഒരേ രീതിയിൽ ചൂട് കിട്ടുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം നമ്മളതിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കടായിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ചൂട് കിട്ടുന്നുള്ളൂങ്കിൽ നമ്മുടെ ഷീറ്റ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ഒരു ഭാഗം വെന്തിട്ടും ഒരു ഭാഗം വേവാണ്ടും ഒക്കെ ഇരിക്കും. അപ്പം ആ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ, ഒരു സൈഡിൽ നിന്ന് പതുക്കെ ആ ഷീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത്, അതായത് അത് വെന്ത് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഒരു മിനിറ്റ് തന്നെ എടുക്കുള്ളൂ കേട്ടോ അത് നന്നായിട്ട് വെന്ത് വരാൻ. വെന്തതിന് ശേഷം ഇതിങ്ങനെ പതുക്കെ സൈഡിൽ നിന്ന് ഇത് കണ്ടോ ഇങ്ങനെ അടർന്ന് പോരുന്ന പോലെ നമുക്ക് തോന്നും. നല്ല ഈസി ആയിട്ട് ഇങ്ങനെ വിട്ട് പോരും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ കടായി ഈ ചൂടുവെള്ളം വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് മാറ്റി താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം ഇത് നമ്മൾ ഷീറ്റ് റിമൂവ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ഇത് കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് വിട്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാത്രം താഴേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമ്മളുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഷീറ്റ് പതുക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ റിമൂവ് ചെയ്തിങ്ങെടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള അടിപൊളി സമോസ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കുക. ഒരു മിനിറ്റിൽ തന്നെ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് 2-3 ഒക്കെ ഒരുമിച്ച് വെക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ അത് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മളുടെ കടായിയുടെ ചൂടൊന്ന് ആറും. അപ്പോൾ അത് അങ്ങനെ ആറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വെക്കുകയാണ്. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു മിനിറ്റിൽ തന്നെ ഇതിൻ്റെ ചൂടാറും. അപ്പം തന്നെ നമുക്ക് അടുത്തത് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അത് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷീറ്റ് ഇവിടെ നന്നായി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഷീറ്റ് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തിന്നായിട്ടുള്ള ഷീറ്റാണ്. കണ്ടില്ലേ, നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളിത് നമുക്കിനി പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് മാത്രം അടുത്ത ഷീറ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് എണ്ണ തൂക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് പൊടി തൂവുന്നതായിരിക്കും. കാരണം എണ്ണ തൂത്തിട്ട് വെച്ചിട്ട് അത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു സമൂസയൊക്കെ. അപ്പോൾ പൊടി തൂവുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഷീറ്റും അറേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ എല്ലാ ഷീറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.